നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധി ഇന്നലെ പുറത്തു വന്നപ്പോൾ സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയക്കാരുമൊക്കെ പ്രതികരിച്ചിരുന്നു. അതേപോലെ ഈ ശിക്ഷാവിധിയിൽ കടുത്ത വിമർശനമാണ് നടി സ്നേഹ ശ്രീകുമാർ ഉയർത്തുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമായിരുന്നുവെന്നും 5 ലക്ഷമല്ല 5 കോടി കൊടുത്താലും അതിജീവിത അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ലെന്നും സ്നേഹ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കി. പ്രതികളുടെ പ്രായവും കുടുംബവും പരിഗണിച്ച് ശിക്ഷ കുറച്ചതിനെ സ്നേഹ ശ്രീകുമാർ രൂക്ഷമായി വിമർശിച്ചു. പ്രതികളുടെ പ്രായം പരിഗണിക്കുന്നു, അവർക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. എന്തൊരു കഷ്ടമാണിത്. അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇതൊന്നും പറയുന്നില്ല. അത്തരം ഒരു പരിഗണനയും അവൾക്ക് കൊടുക്കുന്നുമില്ല. അവരുടെ പ്രായവും കുടുംബവും ഇത്രയും വർഷങ്ങളായി മാറാതെ നിൽക്കുന്നവരുടെ മാനസികാവസ്ഥയും ഒന്നും നമ്മുടെ വ്യവസ്ഥയിൽ വലുതല്ലേ എന്നും സ്നേഹ ചോദിക്കുന്നു. അതിനേക്കാൾ വലുതാണോ ഇത്രയും ക്രിമിനലുകൾ ആയ 6 പേരുടെ പ്രായവും കുടുംബവും? അതിജീവിതയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതിൽ പൂർണ്ണമായും നീതി കിട്ടിയെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പ്രതികൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. കുറഞ്ഞ പക്ഷം പരമാവധി ശിക്ഷയെങ്കിലും അവർക്ക് കിട്ടേണ്ടതായിരുന്നു എന്നാണ് സ്നേഹ പറയുന്നത്. ഇന്നലെ പ്രോസിക്യൂഷൻ്റെയും പ്രതികളുടെയും വാദം കേട്ട ശേഷം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവിന് വിധിച്ചത്. പ്രതികളുടെ പ്രായം, കുടുംബ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന വാദം എന്നിവ കണക്കിലെടുത്താണ് പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യം ഇവിടെ ഇല്ലെന്ന് കോടതി പറഞ്ഞത്. ഈ കേസിൽ കുറ്റക്കാരായ പ്രതികളുടെ ശിക്ഷാവിധിയുടെ വാദം നടക്കുമ്പോൾ നാടകീയ രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത്. 2ാം പ്രതി മാർട്ടിൻ കോടതിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും മാർട്ടിൻ പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ 5.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. താൻ ജോലിക്ക് പോയിട്ട് ലഭിക്കുന്ന പണം കൊണ്ടാണ് വൃദ്ധരായ അച്ഛനും അമ്മയും കഴിയുന്നതെന്നും മാർട്ടിൻ കോടതിയോട് പറഞ്ഞു. നടിയെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെത്തിച്ച വാഹനം ഓടിച്ചത് മാർട്ടിൻ ആന്റണിയാണ്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് കേസിലെ മുഖ്യ പ്രതിയായ പൾസർ സുനി പറഞ്ഞത്. അമ്മയുടെ സംരക്ഷണ ചുമതല തനിക്കാണ്. അതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും പൾസർ സുനി കോടതിയോട് അപേക്ഷിച്ചു. താൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കേസിൽ 3ാം പ്രതിയായ മണികണ്ഠൻ കോടതിയിൽ പറഞ്ഞു. തനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അവർക്ക് താൻ മാത്രമാണ് ആശ്രയമുള്ളത്. അതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നും മണികണ്ഠൻ അപേക്ഷിച്ചു. പൾസർ സുനി നടിയെ ആക്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ മണികണ്ഠനായിരുന്നു അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്നത്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും തൻ്റെ നാട് തലശ്ശേരിയിലായതിനാൽ കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും പ്രതി വിജീഷ് കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ലെന്നാണ് 5ാം പ്രതിയായ വടിവാൾ സലീം പറഞ്ഞത്. വളരെ മികച്ച രീതിയിൽ എഴുതിയ ഒരു തിരക്കഥയുടെ 1ാം ഭാഗം മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. തീർച്ചയായും ഇതിന് 2ാം ഭാഗം ഉണ്ടാകും. ഇതിനേക്കാൾ മികച്ച ക്ലൈമാക്സും ഉണ്ടാകും. ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാൻ കഴിയും, കീഴ്ക്കോടതി വിധി അന്ത്യവുമല്ല. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ കേസ് മുന്നോട്ട് പോകും. അതിജീവിതക്ക് അവർ അർഹിക്കുന്ന ആ 100% നീതി ലഭിക്കുകയും ചെയ്യും.